അസ്സലാമു അലൈക്കും ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ദെൻ കുറച്ച് ബേസിക് ടേംസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് സെർവ്സ് ആസ് എ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിട്ട് അക്കൗണ്ടിങ്ങിനെ ഉപയോഗിക്കാൻ പറ്റും. എന്താണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു അതിനെ രേഖപ്പെടുത്തി വയ്ക്കുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഭാവിയിൽ എന്ത് കാര്യം വേണമെങ്കിലും എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അക്കൗണ്ടിങ് സെർവ്സ് ആസ് എ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. ദെൻ അടുത്ത അഡ്വാൻറ്റേജ് ആണ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. രണ്ടാമതായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാൻ ഏത് സഹായിക്കുന്നുണ്ട്? അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തയ്യാറാക്കുന്നത് വഴി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷന് അറിയാൻ സാധിക്കുന്നു. ഇതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി തേർഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അക്കൗണ്ടിങ് സപ്ലൈസ് ഇൻഫോർമേഷൻ ടു ദ യൂസേഴ്സ് ഓഫ് ദ ബിസിനസ്. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടായിരിക്കും. അതായത് സ്ഥാപനത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള യൂസേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണോ അത് നൽകുന്നത് അക്കൗണ്ടിങ് ആണ്. ദറ്റ് ഈസ് ദ തേർഡ് അഡ്വാൻറ്റേജ്. Then fourth advantage is accounting helps the management in taking important business decisions. നാലാമതായിട്ട് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ അക്കൗണ്ടിങ് സഹായിക്കുന്നു. ഫിഫ്ത്ത് അഡ്വാൻറ്റേജ് ഈസ് അക്കൗണ്ടിങ് ഹെൽപ്സ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ് വിത്ത് അതർ ഫേംസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് മറ്റൊരു ബിസിനസ് സ്ഥാപനവുമായിട്ട് താരതമ്യപ്പെടുത്താൻ അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് എവിഡൻസ് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആകുമ്പോൾ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടാവും. ഒരു വ്യാപാര സ്ഥാപനമാകുമ്പോൾ അവിടെ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടാവും. ഈ തർക്കങ്ങൾക്ക് ഒരു എവിഡൻസ് ആയിട്ട്, ഒരു തെളിവായിട്ട് അക്കൗണ്ടിങ്ങിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദ അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഇറ്റ് സെർവ്സ് ആസ് എ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. അക്കൗണ്ടിങ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സെക്കൻഡ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ തേർഡ് ഈസ് ബിസിനസ്സിൻ്റെ യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് സപ്ലൈ ചെയ്യുന്നു. ദെൻ ഫോർത്ത് ഈസ് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഫിഫ്ത്ത് ഈസ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് മറ്റൊരു ബിസിനസ് സ്ഥാപനവുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ലാസ്റ്റ് പറഞ്ഞത് തർക്കങ്ങളിൽ ഒരു എവിഡൻസ് ആയിട്ട് അക്കൗണ്ടിങ്ങിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടോപ്പിക്ക് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ഈസ് അക്കൗണ്ടിങ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. ദാറ്റ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് information is needed not only of past but also about the present and future. പറയുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഹിസ്റ്റോറിക്കൽ നേച്ചറാണ് അല്ലേ? അതായത് പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അതാണ് അവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ മാത്രമല്ല പ്രസൻറ്റിലും ഫ്യൂച്ചറിലും നടന്ന കാര്യങ്ങളും ആവശ്യമാണ്. അപ്പോൾ അതൊരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്. കാരണം അക്കൗണ്ടിങ്ങിലൂടെ റെക്കോർഡ് ചെയ്തു വയ്ക്കുന്നത് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞു പോയ കാലങ്ങളിൽ എന്തെല്ലാമാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സംഭവിച്ചത് ആ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്തു വയ്ക്കുന്നത്. ദെൻ സെക്കൻഡ് ലിമിറ്റേഷൻ ഈസ്
Accounting provides information about the firm as a whole. Product-wise and activity-wise information are ignored. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ വിവരങ്ങൾ നൽകുന്നത് മൊത്തത്തിൽ ഒരു വ്യാപാര സ്ഥാപനത്തെ മൊത്തത്തിലുള്ള ഇൻഫോർമേഷനാണ്. അതായത് ബിസിനസ് സ്ഥാപനത്തിൽ ഇത്ര പർച്ചേസ് നടന്നു, ഇത്ര സെയിൽസ് നടന്നു, ഇത്ര പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്, അങ്ങനെ മൊത്തത്തിൽ ആ സ്ഥാപനത്തിൻ്റെ ഇൻഫോർമേഷൻസാണ് അക്കൗണ്ടിങ്ങിലൂടെ നൽകുന്നത്. അതല്ലാതെ ഒരു ഉൽപ്പന്നത്തെ സംബന്ധിച്ച് ആ സ്ഥാപനത്തിലെ ഉൽപ്പന്നപരമായിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആക്ടിവിറ്റി സംബന്ധിച്ച് അങ്ങനെ ആക്ടിവിറ്റി വൈസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വൈസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും അക്കൗണ്ടിങ്ങിലൂടെ നൽകുന്നില്ല. മൊത്തത്തിൽ ഒരു വ്യാപാര സ്ഥാപനത്തെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷനാണ് അക്കൗണ്ടിങ്ങിലൂടെ നൽകുന്നത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ലിമിറ്റേഷൻ ഓഫ് ദ അക്കൗണ്ടിങ്. തേർഡ് ലിമിറ്റേഷനായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ഓൺലി. ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ആർ ഇഗ്നോർഡ്. അക്കൗണ്ടിങ്ങിൽ അളക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, മെഷർ ചെയ്യാൻ പറ്റുന്നതാവണം. എന്നാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് ഗുണാത്മകമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. ഫോർത്ത് ലിമിറ്റേഷൻ ഈസ് accounting records show only actual cost figures. The real value may vary from time to time. നാലാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് അക്കൗണ്ടിങ്ങിൽ ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ ആ ഫിഗർ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പോഴത്തെ വില എന്താണ്, ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് വാല്യൂ എന്താണ് എന്നുള്ളത് പരിഗണിക്കാറില്ല. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് യഥാർത്ഥമായിട്ടും ഇപ്പോൾ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് അതിന് കോസ്റ്റ് ഉണ്ടായിരുന്നത്, എത്രയാണ് അതിന് വില ഉണ്ടായിരുന്നത്, ആ വിലയാണ് അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. പക്ഷേ അത് ഒന്നെങ്കിൽ അതിൻ്റെ വില കൂടാം അല്ലെങ്കിൽ വില കുറയാം. പക്ഷേ ആ വേരിയേഷൻസ് ഒന്നും എവിടെ കാണിക്കുന്നില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ ലിമിറ്റേഷൻ ഓഫ് ദ അക്കൗണ്ടിങ്. അഞ്ചാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് യൂസ് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് റെഡ്യൂസസ് ദ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ്. അതായത് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, ഒന്നിലധികം മെത്തേഡുകൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൻ്റെ റിലയബിലിറ്റി കുറയാൻ, അതായത് വിശ്വസ്തത കുറയാൻ അത് ഇടയാക്കുന്നു. അപ്പോൾ ഇതാണ് 5 ലിമിറ്റേഷനായിട്ട് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ. ഫസ്റ്റ് ലിമിറ്റേഷനായിട്ട് പറഞ്ഞത് ഇത് ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്. അക്കൗണ്ടിങ്ങിൽ പാസ്റ്റ് ഇൻഫോർമേഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. സെക്കൻഡ് ലിമിറ്റേഷനായിട്ട് പറഞ്ഞത് സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റി വൈസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. തേർഡ് ലിമിറ്റേഷനായിട്ട് പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇഗ്നോർ ചെയ്യുകയാണ്, അതായത് അവഗണിക്കുകയാണ്. ഫോർത്ത് ലിമിറ്റേഷനായിട്ട് പറഞ്ഞത് ഒരു പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വില എന്താണോ ആ വിലയാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതിന് പലപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കാം, വില കൂടാം കുറയാം. ആ വേരിയേഷൻസ് ഒന്നും തന്നെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ദാറ്റ് ഈസ് ദ ഫോർത്ത് ലിമിറ്റേഷൻ. ദെൻ ഫിഫ്ത്ത് ലിമിറ്റേഷൻ പറഞ്ഞത് അക്കൗണ്ടിങ്ങിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫോർമേഷൻസിൻ്റെ റിലയബിലിറ്റി അഥവാ വിശ്വസ്തത കുറയ്ക്കുന്നു. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിലെ ചില ബേസിക് ടേംസുകളാണ്. അതായത് അക്കൗണ്ടിങ്ങിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ടേംസുകൾ. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വേർഡാണ് അല്ലേ, ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇടപാടുകൾ. ഇറ്റ് റെഫേഴ്സ് ടു എനി ബിസിനസ് ഡീലിങ്സ് ഓർ ഇവൻറ്റ് വിച്ച് ഹാസ് എ വാല്യൂ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ബിസിനസ് ഡീലിങ്ങോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇവൻറ്റോ ആയിരിക്കണം. മാത്രമല്ല ഈ ബിസിനസ് ഡീലിംഗ് അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കണം, ഒരു മൂല്യം ഉണ്ടായിരിക്കണം. പണം കൊണ്ട് അളക്കാൻ കഴിയുന്ന ഒരു മൂല്യം ഈ ബിസിനസ് ഡീലിങ്ങിന് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ ട്രാൻസാക്ഷൻ. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അറ്റ് ₹5,000, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് അറ്റ് ₹1,000. ഇത് രണ്ടും ട്രാൻസാക്ഷന് എക്സാമ്പിളാണ്. ആദ്യം പറഞ്ഞത് എന്താ, 5,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. രണ്ടാമത് പറഞ്ഞത് 1,000 രൂപ ക്രെഡിറ്റിന് എന്ന് പറഞ്ഞാൽ കടത്തിന് സാധനങ്ങൾ വിറ്റു. അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ട്രാൻസാക്ഷൻസ് ക്യാഷ് ട്രാൻസാക്ഷൻസും ഉണ്ടാവും, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ഉണ്ടാവും. ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നാമതായിട്ട് കൊടുത്തത് ക്യാഷിന് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുക. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ
കടത്തിനായിരിക്കും സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇതായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു ടേമാണ് ഇതും അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നുണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. അതുവഴി ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? അതിൽ ഉൾപ്പെടുന്ന 2 കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് വഴി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ സാധിക്കുന്നു. ഒരു സ്ഥാപനത്തിന് എന്തെല്ലാമാണ് ഇൻകം ഉള്ളത്, എന്തെല്ലാമാണ് എക്സ്പെൻസ് ഉള്ളത്, ഇതെല്ലാം കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തെല്ലാം ആസ്തികളാണുള്ളത്, എന്തെല്ലാം അസറ്റുകളാണുള്ളത്, എന്തെല്ലാം ലയബിലിറ്റീസ് അഥവാ ബാധ്യതകളാണുള്ളത്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിലൂടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നു. അടുത്ത് നമുക്ക് അസറ്റ്സിനെ കുറിച്ച് നോക്കാം. അസറ്റ്സ് 2 ടൈപ്സ് ആണുള്ളത്, ഫിക്സ്ഡ് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ്. ഫിക്സ്ഡ് അസറ്റ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ലോങ് ടേം അസറ്റ്സ്. കറണ്ട് അസറ്റ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ഷോർട്ട് ടേം അസറ്റ്സ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് സ്ഥിര ആസ്തികളാണ്, അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ലോങ് ടേം അസറ്റ്സ് എന്ന് പറഞ്ഞു അല്ലേ, ദീർഘകാല ആസ്തികളാണ്. അസറ്റ്സ് ആർ അക്വയർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരീഡ്സ് ഫോർ ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ആർ കോൾഡ് ഫിക്സ്ഡ് അസറ്റ്സ്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിന് ദീർഘകാലത്തേക്ക് ആവശ്യമായി വരുന്ന അസറ്റുകളാണ് ഫിക്സ്ഡ് അസറ്റ്സ് അഥവാ സ്ഥിര ആസ്തികൾ. ദീർഘകാലത്തേക്ക് എന്ന് പറയുമ്പോൾ 1 വർഷത്തിലും കൂടുതൽ ആണ് അതിൻ്റെ കാലയളവ് വരുന്നത്. ഫിക്സ്ഡ് അസറ്റുകളെ 4ആയി തരംതിരിക്കാം. ഫസ്റ്റ് ഈസ് ടാഞ്ചിബിൾ അസറ്റ്സ്, സെക്കൻഡ് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, തേർഡ് ഈസ് വേസ്റ്റിംഗ് അസറ്റ്സ്, ദെൻ ഫോർത്ത് ഈസ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ദൃശ്യമായിട്ടുള്ള അസറ്റ്സുകളാണ്. അസറ്റ്സ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആർ കോൾഡ് ടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെഷീനറി. ഈ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വാങ്ങുന്ന മെഷീനുകൾ, പലതരത്തിലുള്ള മെഷീൻസുകളുണ്ടാവും. അപ്പോൾ അത്തരം മെഷീനറികളൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിളാണ്. പിന്നെ ഫർണിച്ചേഴ്സ്, ബിസിനസ് ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ഫർണിച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം ഫർണിച്ചേഴ്സും എന്തിന് എക്സാമ്പിളാണ്? ടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിളാണ്. പിന്നെ ബിൽഡിങ്, ലാൻഡ്, ഇതെല്ലാം തന്നെ ടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിളാണ്. കാരണം ഇതെല്ലാം കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനെല്ലാം നിലനിൽക്കാൻ പ്രത്യേക സ്ഥലവും ആവശ്യമാണ്, കൃത്യമായിട്ടുള്ള ഷേപ്പും ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അതായത് ദൃശ്യമല്ലാത്ത അസറ്റ്സുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അസറ്റ്സ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റെപ്രസെൻറ്റഡ് ബൈ റൈറ്റ്സ് ഇൻ സർട്ടെയിൻ തിങ്സ് ആർ കോൾഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ, ട്രേഡ് മാർക്സ് എക്സെട്ര. ഇത്തരം അസറ്റുകൾക്ക് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല, അവർക്ക് നിലനിൽക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു സ്പേസിൻ്റെ ആവശ്യമില്ല. ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അവയെ പ്രതിനിധീകരിക്കുന്നത് ചില വസ്തുക്കളുടെ മേലെയുള്ള ചില അവകാശങ്ങളെയാണ്. ഫോർ എക്സാമ്പിളായിട്ട് ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സൽപ്പേര് അല്ലേ. അത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട്, അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്, ഒരു അവകാശമാണ് ആ ഗുഡ് വില്ല്. അത് കാണാൻ പറ്റില്ല, പക്ഷേ ഇപ്പം നമുക്കറിയാം നല്ല ബ്രാൻഡഡ് കമ്പനികൾക്കൊക്കെ എന്തുണ്ടായിരിക്കും? നല്ല ഗുഡ് വില്ലായിരിക്കും, നല്ല സൽപ്പേരായിരിക്കും. അത്തരം കമ്പനിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാനും അത് ഉപയോഗിക്കാനും ജനങ്ങൾ ആഗ്രഹിക്കും. കാരണം ആ കമ്പനിക്ക് നല്ല ഗുഡ് വില്ലാണ്, നല്ല പേരാണ്. സോ അത് അവരുടെ റൈറ്റ്സ് ആണ്, അവർക്ക് കിട്ടുന്ന അവകാശമാണത്. ഫിക്സ്ഡ് അസറ്റിൻ്റെ 3ാമത്തെ ടൈപ്പാണ് വേസ്റ്റിംഗ് അസറ്റ്സ്. അസറ്റ്സ് which gets exhausted to the extent of extraction are called wasting assets. For example, mines, quarries, etc. വേസ്റ്റിംഗ് അസറ്റിന് എക്സാമ്പിളായിട്ട് പറയുന്നത് മൈനിങ് ആണ് അല്ലേ. മൈനിങ്ങിലൂടെ എന്താണ് നടക്കുന്നത്? മൈനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഖനനം നടത്തുക അല്ലേ. അപ്പോൾ ഒരു കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഖനനം ചെയ്തെടുക്കുകയാണ്. ആ ഖനനം ചെയ്തെടുക്കുമ്പോൾ എന്താണ്, അതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ മണ്ണിൽ നിന്ന് കിട്ടണം എന്നില്ല. ആ കിട്ടിയ വസ്തു എന്താണെങ്കിലും
അതിനെ എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വേർതിരിച്ചെടുക്കുക. പ്രകാരം വേർതിരിച്ചെടുക്കുമ്പോൾ അവർക്ക് ഒരു അസറ്റ് കിട്ടും. ആ അസറ്റിനെയാണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അസറ്റ്സ് വിച്ച് ഗെറ്റ്സ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന അസറ്റുകൾക്കാണ് എന്ത് പറയുക, വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുക. ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ആർ കോൾഡ്, എന്തിലൂടെ, വേർതിരിച്ചെടുക്കുന്നത് വഴി അവശേഷിക്കുന്ന അസറ്റുകൾക്കാണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുക. അപ്പോൾ മൈനിങ്ങിലൂടെ അതല്ലേ നടക്കുന്നത്. മൈനിങ് ചെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് നമുക്ക് ഒരു മിശ്രിതമാണ് കിട്ടുക. കുറേ എലമെൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മിക്സ്ചറാണ് കിട്ടുക. ആ എലമെൻറ്റ്സിനൊക്കെ വേർതിരിച്ചെടുത്ത് നമുക്ക് നമ്മുടെ എന്തായിട്ട് എടുക്കണം, നമ്മുടെ അസറ്റാക്കി എടുക്കണം. അപ്പം അങ്ങനെ ഈ എലമെൻറ്റ്സുകളെല്ലാം വേർതിരിക്കുമ്പോൾ, എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അസറ്റിനെയാണ് എന്ത് പറയുക, വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുക. ഫിക്സ്ഡ് അസറ്റിൻ്റെ 4ാമത്തെ കാറ്റഗറിയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അസറ്റ്സ് which have no real value but are shown in the books of accounts only for technical reasons are called fictitious assets. For example, preliminary expenses. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സാങ്കല്പികപരമായിട്ടുള്ള അസറ്റുകളാണ്. ഇത്തരം അസറ്റുകൾ യഥാർത്ഥത്തിലില്ല. ചില എക്സ്പെൻസുകൾക്ക് കൂടി പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അസറ്റ്സ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ, ഇത്തരം അസറ്റുകൾക്ക് എന്തില്ല, യഥാർത്ഥമായിട്ടൊരു വാല്യൂ ഇല്ല. പക്ഷെ അത് എവിടെ കാണിക്കണം, ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇത്തരം അസറ്റുകൾ കാണിക്കേണ്ടതാണ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സിനെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രാരംഭ ചെലവുകൾ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു പ്രാരംഭ ഘട്ടം ഉണ്ടല്ലോ, ഒരു തുടക്കത്തിലുള്ള ആ ഒരു ഘട്ടത്തിൽ എന്തെല്ലാം എക്സ്പെൻസുകളാണ് വന്നത്, അതാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം ചെലവുകൾ എല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് ഈ ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, ഒരു അസറ്റല്ല, കുറച്ച് ചിലവുകളൊക്കെ കൂടി ചേർന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് അസറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഫിക്സ്ഡ് അസറ്റ്സുകൾ 4 വിധമുണ്ട്. 1 ടാഞ്ചിബിൾ അസറ്റ്സ്, 2 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, 3 വേസ്റ്റിംഗ് അസറ്റ്സ്, 4 ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അസറ്റുകൾ 2 വിധമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് പറഞ്ഞു. 2ാമത്തെ കാറ്റഗറി എന്തായിരുന്നു, കറണ്ട് അസറ്റ്സ്. അസറ്റ്സ് ആർ അക്വയർഡ് ഫോർ ഷോർട്ട് പീരീഡ് ആർ കോൾഡ് കറണ്ട് അസറ്റ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കുറച്ച് കാലത്തേക്ക് മാത്രം ആവശ്യമായി വരുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. കറണ്ട് അസറ്റ്സിന് പറയുന്ന മറ്റു പേരാണ് ഷോർട്ട് ടേം അസറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഹ്രസ്വകാല ആസ്തികൾ എന്ന് പറയും മലയാളത്തിൽ. കറണ്ട് അസറ്റ്സിൻ്റെ എക്സാമ്പിളാണ് ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ഒരു കമ്പനി, ആ കമ്പനി ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ കമ്പനി ആണെങ്കിൽ ആ കമ്പനി അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് ഇറക്കുമ്പോൾ അതൊരു കുറച്ച് കാലയളവിലേക്കാണ് ഇറക്കുക അല്ലേ. ഒരു 3 മാസത്തിനോ 1 മാസത്തിനോ അങ്ങനെ ഒരു കുറഞ്ഞ കാലയളവിലേക്ക്. ശരിക്കും കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിലും കുറവാണ് അതിൻ്റെ കാലയളവ് വരുന്നത്. ടെക്സ്റ്റൈലിൻ്റെ ഷോപ്പൊക്കെ ആണെങ്കിൽ എന്താണ്, അവിടെ ഓരോ സീസൺ അനുസരിച്ചിട്ട് അവരെന്തിറക്കിക്കൊണ്ടിരിക്കും, അവരുടെ സ്റ്റോക്ക് ഇറക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒരു ഓർഗനൈസേഷന് ഇടയ്ക്കിടയ്ക്ക് എന്താവശ്യമായിട്ട് വരും, കറണ്ട് അസറ്റ്സുകൾ ആവശ്യമായിട്ട് വരും. വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന അസറ്റ്സുകളാണ് കറണ്ട് അസറ്റ്സുകൾ. ഇപ്പോൾ അസറ്റുകൾ ഏതാണെന്ന് മനസ്സിലായില്ലേ. അസറ്റ്സുകൾ 2 വിധമുണ്ട്, ഫിക്സ്ഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും. ബാലൻസ് ഷീറ്റിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്, ലയബിലിറ്റീസും അസറ്റ്സും. അസറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലയബിലിറ്റീസ് ആണ് പറയാൻ പോകുന്നത്. ലയബിലിറ്റീസ് ഡിനോട്ട് ദ അമൗണ്ട്സ് which a business owes to others either for money borrowed or for goods purchased on credit or for services rendered. ഒരു ബിസിനസ് സ്ഥാപനം ക്യാഷ് കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടേ, അത് കൊടുക്കേണ്ടത് ഒരു ബാധ്യതയാണ് അല്ലേ. അപ്പോൾ കാശ് കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബാധ്യത എന്ന് പറയും. അതല്ലെങ്കിൽ കടത്തിന് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, ലയബിലിറ്റീസ് എന്ന് പറയും. അതല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ, എന്തെങ്കിലുമൊക്കെ സർവീസസ് നടത്തിയിട്ടുണ്ടാവും,
പക്ഷെ അവർക്ക് കാശ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതും എന്താണ്, കമ്പനിക്ക് ഒരു ബാധ്യതയാണ്. ഇപ്രകാരം കമ്പനി, ഈ സ്ഥാപനം ആർക്കൊക്കെയാണോ ക്യാഷ് ആയിട്ട് കടം നൽകാനുള്ളത്, ഒന്നെങ്കിൽ ക്യാഷായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചിട്ട് കൊടുക്കാനുണ്ടാകാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങൾ അവർ ഈ ഓർഗനൈസേഷനിൽ നടത്തിയിട്ട് ക്യാഷ് കൊടുക്കാനുണ്ടാവാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് അവർക്ക് കഴിഞ്ഞ മാസത്തെ സാലറി കൊടുത്തിട്ടില്ല. അപ്പോൾ അവരിവിടെ ഒരു സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അല്ലേ, ഇവിടെ സർവീസ് ചെയ്തിട്ടുണ്ട്, അവരിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ എംപ്ലോയീസ്. പക്ഷെ ആ എംപ്ലോയീസിന് എന്ത് കൊടുത്തിട്ടില്ല, അവർക്ക് സാലറി കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കമ്പനിയുടെ ഒരു ബാധ്യതയല്ലേ. അപ്പോൾ അതിനെന്ത് പറയും, അതൊരു ലയബിലിറ്റി ആണെന്ന് പറയാം. ലയബിലിറ്റീസും 2 തരത്തിലുണ്ട്. ഫിക്സ്ഡ് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്. ഫിക്സ്ഡ് ലയബിലിറ്റീസിന് പറയുന്ന മറ്റൊരു പേരാണ് ലോങ് ടേം ലയബിലിറ്റീസ്, ദീർഘകാല ബാധ്യതകൾ എന്ന് പറയും. കറണ്ട് ലയബിലിറ്റീസിന് പറയുന്ന മറ്റൊരു പേരാണ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്, ഹ്രസ്വകാല ബാധ്യതകൾ. ഫിക്സ്ഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ദീസ് ലയബിലിറ്റീസ് ആർ പേയബിൾ ആഫ്റ്റർ എ ലോങ് പീരീഡ്, ദാറ്റ് ഈസ് മോർ ദാൻ 1 year. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ദീർഘനാളത്തെ ഒരു കാലയളവിന് ശേഷം അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് എന്ത് പറയുക, ഫിക്സ്ഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ ഫിക്സ്ഡ് ലയബിലിറ്റീസിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ലോങ് ടേം ലോൺസ് ആണ്. ലോങ് ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ദീർഘകാല വായ്പകൾ. അപ്പോൾ ഒരു കമ്പനി ഒരു ബാങ്കിൽ നിന്ന് ഒരു വായ്പ എടുത്തു, അതൊരു 5 വർഷത്തിനുള്ളിൽ അടച്ചു തീർത്താൽ മതി. അപ്പോൾ അത് ഏതിന് എക്സാമ്പിളാണ്, ഫിക്സ്ഡ് ലയബിലിറ്റീസിന് എക്സാമ്പിളാണ്. കാരണം മോർ ദാൻ 1 year ആണ്, 1 വർഷത്തിലും കൂടുതലാണ്. സോ 5 വർഷത്തിനുള്ളിൽ ആ കമ്പനി ആ ലോണ് അടച്ചു തീർത്താൽ മതി. അപ്പം അങ്ങനെ ഒരു ദീർഘകാലത്തെ കാലയളവിനുള്ളിൽ അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് എന്ത് പറയുക, ഫിക്സ്ഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നു. ലയബിലിറ്റീസിൻ്റെ 2ാമത്തെ കാറ്റഗറിയാണ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് ആർ പേയബിൾ വിത്തിൻ എ ഷോർട്ട് പീരീഡ്, ദാറ്റ് ഈസ് 1 year or less. കാലയളവിനുള്ളിൽ അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ 1 വർഷമോ അതിൽ കുറവോ, അതായത് 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് എന്ത് പറയുക, കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനി ആർക്കാണോ ക്യാഷ് കടം കൊടുക്കാനുള്ളത് അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ് എന്ന്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ SMST എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാൻഡ്വിച്ച് കമ്പനി. അപ്പോൾ ആ സാൻഡ്വിച്ച് കമ്പനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ബ്രെഡ് ആവശ്യമാണ് അല്ലേ, ബ്രെഡാണ് അതിൻ്റെ റോ മെറ്റീരിയൽസ്. അപ്പോൾ ബ്രെഡ് വാങ്ങിക്കുന്നത് AB എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിൽ നിന്നാണ്. SMST എന്ന് പറയുന്ന ഈ കമ്പനി 5000 രൂപയുടെ ബ്രെഡ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തു, AB എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഈ 5000 രൂപ റെഡി ക്യാഷായിട്ട് കൊടുക്കാനില്ല, ക്രെഡിറ്റിനാണ് ബ്രെഡ് വാങ്ങിച്ചത്, കടത്തിന്. അപ്പോൾ പറയാണ് ഒരു 3 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാഷ് തരാം എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ AB എന്ന് പറയുന്ന കമ്പനി SMST എന്ന് പറയുന്ന കമ്പനിയുടെ ആരായിട്ട് വരും, ക്രെഡിറ്ററായിട്ട് വരും. SMST എന്നുള്ളത് നമ്മുടെ കമ്പനി ആർക്കാണോ ക്യാഷ് കടം കൊടുക്കാനുള്ളത്, AB എന്ന കമ്പനിക്കല്ലേ. അപ്പോൾ AB എന്നുള്ള കമ്പനിയാണ് ഇവിടെ ആര്, ക്രെഡിറ്ററായിട്ട് വരുന്നത്. കറണ്ട് ലയബിലിറ്റീസിന് വേറൊരു എക്സാമ്പിളാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ, ഇനി ഭാവിയിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരുന്നുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ റെൻറ്റ് ഈ മാസമായിട്ടും കൊടുത്തു തീർത്തിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ സാലറി ഈ മാസമായിട്ടും കൊടുത്തു തീർത്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളാണ്, ബാധ്യതകളെയാണ് എന്ത് പറയുന്നത്, കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായിട്ട് പറയാൻ പോകുന്നത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. ഇറ്റ് റെഫേഴ്സ് ടു ദ മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ മുതലാളി പണമായോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ തൻ്റെ ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് എന്ത് പറയുക, ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് പറയുന്നത്. മണീസ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, പണത്തിൻ്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കൾ. അതായത് ഇപ്പോൾ ക്യാഷായിട്ട് മാത്രമല്ല ഒരു ബിസിനസ് തുടങ്ങാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്യാഷും കൊണ്ടുവരാം, അതേപോലെ തന്നെ എന്തെങ്കിലും വസ്തുക്കൾ
വസ്തുക്കളും കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ഓഫീസ് ഉപയോഗത്തിനായിട്ട് ഒരാൾ ഒരു കമ്പ്യൂട്ടർ, തൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ വീട്ടിൽ നിന്നും കൊണ്ടുവന്നു. അപ്പോൾ അത് പണത്തിൻ്റെ മൂല്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതാണ്, ഒന്നെങ്കിൽ പണമായിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുക, ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷനാണ് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. അസറ്റ്സിൽ നിന്നും ലയബിലിറ്റീസ് കുറച്ചാൽ എന്ത് കിട്ടും, ക്യാപിറ്റൽ കിട്ടും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡ്രോയിങ്സ്. It is the amount of cash or other assets withdrawn by the owner for his personal purpose. ഒരു ബിസിനസ്സിൻ്റെ ഓണർ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റുകളോ പിൻവലിക്കുന്നതിനെയാണ് എന്ത് പറയുക, ഡ്രോയിങ്സ് എന്ന് പറയുക. എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ഒരു ഓണർ, അദ്ദേഹത്തിൻ്റെ മകളുടെ എൻഗേജ്മെൻ്റാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് എടുക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്യാഷൊന്നുമില്ല. ഉള്ള ക്യാഷ് മുഴുവനും ഇയാൾ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അയാളുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ അയാൾ നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് എന്തെടുക്കുക, ക്യാഷ് എടുക്കുക, ഡ്രസ്സ് എടുക്കാനുള്ള, അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സായിട്ട് എടുക്കുക, ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സ് എടുക്കുക. ഇത്തരത്തിൽ ക്യാഷോ അസറ്റോ പിൻവലിക്കുന്നതിനെയാണ് എന്ത് പറയുക, ഡ്രോയിങ്സ് എന്ന് പറയാം. അടുത്തതാണ് സ്റ്റോക്ക്. ദി ഗുഡ്സ് ലൈയിങ് വിത്ത് എ ബിസിനസ് ഫോർ സെയിൽ ഓൺ എനി ഗിവൺ ഡേറ്റ് ആർ കോൾഡ് സ്റ്റോക്ക്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ വിൽപ്പന നടത്തേണ്ടതായിട്ടുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുക, സ്റ്റോക്ക് എന്ന് പറയുക. The value of goods remaining unsold at the end of an accounting period is known as closing stock. അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിൽ വിൽക്കപ്പെടാതെയുള്ള ഗുഡ്സിനാണ് എന്ത് പറയുക, ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുക. അക്കൗണ്ടിങ് പീരീഡ് സാധാരണ April 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. April 1 മുതൽ അടുത്ത വർഷം March 31 വരെ. അങ്ങനെയാണ് സാധാരണ ഒരു അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടാവാറ്. അപ്പോൾ ആ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിൽ ഇപ്പോൾ March 31 ആയിട്ടും വിൽക്കപ്പെടാതെയുള്ള വിറ്റ് പോയിട്ടില്ലാത്ത ഗുഡ്സുകൾക്കാണ് എന്ത് പറയുക, ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുക. ദ ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ബിക്കംസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോർ ദ നെക്സ്റ്റ് പീരീഡ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ ക്ലോസിങ് സ്റ്റോക്ക് അടുത്ത വർഷം എന്തായിട്ട് മാറും, ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മാറും. അടുത്തതാണ് പർച്ചേസസ്. ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് കൺസേൺ ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ആൻഡ് ആർ മീൻ ഫോർ സെയിൽ ഈസ് ടേംഡ് ആസ് പർച്ചേസസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സെയിൽ നടത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ക്യാഷിനോ കടത്തിനോ സംഭരിച്ചു വയ്ക്കുന്ന സാധനങ്ങളുടെ ആകെ തുകയ്ക്കാണ് എന്ത് പറയുക, പർച്ചേസ് എന്ന് പറയുക. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം, കൺസേൺ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, അത് പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സെയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് ക്യാഷ് പർച്ചേസും ആവാം, ക്രെഡിറ്റ് പർച്ചേസും ആവാം. ക്യാഷിനും സാധനങ്ങൾ വാങ്ങിക്കാം, കടത്തിനും സാധനങ്ങൾ വാങ്ങിക്കാം. അടുത്തതായിട്ട് പറയുന്നത് ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾസ്. A debtor is a person who owes money to the business as he has received some benefit from the business. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ക്യാഷ് നൽകാനുള്ള വ്യക്തിയെയാണ് എന്ത് പറയുക, ഡെപ്റ്റർ എന്ന് പറയുക. He has received some benefit from the business. അദ്ദേഹം ബിസിനസ്സിൽ നിന്നും ചില ബെനഫിറ്റ്സുകൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും സാധനങ്ങൾ കടത്തിന് വാങ്ങിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബിസിനസ്സിന് ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തിയെയാണ് എന്ത് പറയുക, ഡെപ്റ്റർ എന്ന് പറയുക. അടുത്തതാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് അക്കൗണ്ട്സ് പേയബിൾസ്. എ ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി ആസ് ഹി ഹാസ് ഗിവൺ സം ബെനഫിറ്റ് ടു ദ ബിസിനസ്. ഇവിടെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആർക്കാണോ ക്യാഷ് നൽകാനുള്ളത് ആ വ്യക്തിയെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. He has given some benefit to the business. ക്രെഡിറ്റർ ബിസിനസ്സിന് എന്ത് നൽകിയിട്ടുണ്ട്, ചില ബെനഫിറ്റ്സ് നൽകിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ബിസിനസ്സിന് കടത്തിന് സാധനങ്ങൾ നൽകുകയോ
അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും ലോണായിട്ട് നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് എന്ത് പറയുക, ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ബാങ്ക് നല്ലൊരു എക്സാമ്പിളാണ് ക്രെഡിറ്റേഴ്സിന്. ഒരു ബിസിനസ് സ്ഥാപനം ബാങ്കിൽ നിന്നും ലോണുകൾ എടുക്കുക സാധാരണയാണ് അല്ലേ. അങ്ങനെ ലോണുകൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാങ്കുകൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആരായിട്ടാണ് വരിക, ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. അടുത്തതാണ് റവന്യൂസ്. റവന്യൂ റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് the business earns by selling its products or providing services to its customers. ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ പ്രൊഡക്ട്സ് വിൽക്കുന്നത് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങൾ കസ്റ്റമേഴ്സിന് നൽകുന്നത് വഴിയോ നേടിയെടുക്കുന്ന സമ്പാദ്യത്തെയാണ് റവന്യൂ എന്ന് പറയുന്നത്. സെയിൽ ഈസ് ദ വൺ ഓഫ് ദ മേജർ സോഴ്സ് ഓഫ് ദ റവന്യൂ. ഒരു ബിസിനസ് സ്ഥാപനം സമ്പാദിക്കുന്നത് അതിൻ്റെ പ്രൊഡക്ട്സുകൾ സെയിൽ നടത്തിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് പറഞ്ഞ പോയിൻ്റ് എന്താ, എന്തെങ്കിലും സർവീസുകൾ നടത്തിയിട്ട്. ഇപ്പോൾ എല്ലാ കമ്പനിയും പ്രൊഡക്ട്സ് തന്നെ സെയിൽ ചെയ്യണമെന്നില്ല. ചില കമ്പനികൾ സർവീസ് നടത്തുന്ന കമ്പനികളുണ്ട് അല്ലേ. ഇപ്പോൾ മൊബൈൽ കമ്പനികളൊക്കെ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികളാണ് മൊബൈൽ കമ്പനികൾ അല്ലേ. നമ്മൾ നല്ലൊരു എമൗണ്ട് തന്നെ അവർക്ക് നൽകേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ അതിൻ്റെ ഉപയോഗം കൂടിയപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി, റീചാർജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പ്രൊഡക്ട്സും സർവീസും ഒരു കമ്പനി നൽകുന്നുണ്ട് അതിൻ്റെ കസ്റ്റമേഴ്സിന്. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ സ്വീകരിക്കുന്നു. ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും കുറച്ച് ക്യാഷ് അധികം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതവർ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. അങ്ങനെ ബാങ്കിൽ ഒരു കുറച്ച് കാലയളവിലേക്ക് നിക്ഷേപിക്കുമ്പോൾ എന്ത് കിട്ടും, സ്ഥാപനത്തിന് ഇൻട്രസ്റ്റ് കിട്ടും. ഈ മുതലിൻ്റെ മേലുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് എന്തിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും, റവന്യൂവിന് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഇതാണ് എക്സ്പെൻസസ്, ചെലവുകൾ. ദ ടേം എക്സ്പെൻസ് ഡിനോട്ട്സ് ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂസ്. വരുമാനം ഉണ്ടാക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് വരുന്ന കോസ്റ്റ്, ആ കോസ്റ്റിനെയാണ് ഇവിടെ എക്സ്പെൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് റവന്യൂ ഏൺ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ പ്രൊഡക്ട്സുകൾ സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസുകൾ കസ്റ്റമേഴ്സിന് നൽകുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇത്തരം പ്രവർത്തനത്തിൽ വരുന്ന ചെലവുകളാണ് എക്സ്പെൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആരാവശ്യമാണ്, തൊഴിലാളികളെ ആവശ്യമാണ്. ആ തൊഴിലാളികൾക്ക് മാസമാകുമ്പോൾ എന്ത് കൊടുക്കണം, സാലറി കൊടുക്കണം. അപ്പോൾ ആ സാലറി കൊടുക്കുക എന്നുള്ളത് ആ സ്ഥാപനത്തിന് വരുന്ന എന്താണ്, ഒരു എക്സ്പെൻസാണ്. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് റെൻറ്റ് പെയ്ഡ്. ഇപ്പോൾ ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ബിൽഡിങ് റെൻറ്റിന് എടുത്തതാവാം. അപ്പോൾ ബിൽഡിങ്ങിന് മാസാവസാനം എന്ത് കൊടുക്കേണ്ടതുണ്ട്, റെൻറ്റ് നൽകേണ്ടതുണ്ട്. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ഈസ് ദ വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് എക്സ്പെൻസ്. അടുത്തതാണ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂസ് ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൽ എക്സ്പെൻസിനേക്കാളും കൂടുതലാണ് റവന്യൂ വന്നതെങ്കിൽ അതിനെന്ത് പറയും, പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ റവന്യൂ എന്താണെന്നും എക്സ്പെൻസ് എന്താണെന്നും മനസ്സിലായില്ലേ. അപ്പോൾ റവന്യൂ ആണ് ഒരു സ്ഥാപനത്തിൽ കൂടുതൽ വന്നതെങ്കിൽ അതിനെന്താ പറയുക, പ്രോഫിറ്റ് എന്ന് പറയും. അടുത്തതാണ് ലോസ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ റവന്യൂവിനേക്കാളും കൂടുതലാണ് എക്സ്പെൻസ് വന്നതെങ്കിൽ അതിനെന്തെന്നാ പറയുക, ലോസ്, നഷ്ടം വന്നു എന്ന് പറയും. അടുത്തതാണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ പ്രധാനമായും രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ capital expenditure incurred for acquisition of an asset or for increasing the earning capacity of the business. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അസറ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയോ അടങ്ങിയിട്ടുള്ള എക്സ്പെൻസുകളെയാണ് എന്ത് പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. എന്തെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുക. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരിക, അപ്പോൾ മെഷീനറി, ബിൽഡിങ്, ലാൻഡ്, ഇത് എല്ലാം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും ഏതിലാണ് വരിക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരിക.
അടുത്തതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ആർ ഇൻവേർഡ് ഫോർ മെയിൻറ്റെയിൻ ദ ബിസിനസ് ഓർ കീപ് ദ അസറ്റ്സ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ അസറ്റുകൾ നല്ല നിലയിൽ സൂക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ആ സ്ഥാപനം നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനോ വരുന്ന ചെലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളായിട്ട് വരുന്നത് പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ആൻഡ് വേജസ്, റെൻറ്റ്, ടെലിഫോൺ ചാർജസ്, ഇതെല്ലാം തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ നോക്കി വയ്ക്കുക, എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തതാണ് ഗുഡ്സ്. ഗുഡ്സ് റെഫർ ടു കമ്മോഡിറ്റീസ്, പ്രൊഡക്ട്സ്, ആർട്ടിക്കിൾസ് ഓർ തിങ്സ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽസ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യാപാരി എന്തൊക്കെ ചരക്കുകളാണോ അല്ലെങ്കിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണോ, എന്തൊക്കെ ആർട്ടിക്കിൾസ് ആണ്, എന്തൊക്കെ വസ്തുക്കളാണോ ഡീൽ ചെയ്യുന്നത്, ആ ഡീൽ ചെയ്യുന്നതിനെ എല്ലാം എന്ത് പറയാം? ഗുഡ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഫോർ എ ഫർണിച്ചർ ഡീലർ ഫർണിച്ചർ ഐറ്റംസ് ആർ ഹിസ് ഗുഡ്സ്. ഒരു ഫർണിച്ചർ ഡീലർ ആണെങ്കിൽ അദ്ദേഹം എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഫർണിച്ചർ ഐറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ ടേബിള്, ചെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സ്റ്റേഷനറി ഡീലർ ആണെങ്കിലോ പെന്ന്, പെൻസില്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അദ്ദേഹം ഡീൽ ചെയ്യുക. സോ അതാണ് അയാളുടെ ഗുഡ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്തു. പിന്നെ കുറച്ച് ബേസിക് അക്കൗണ്ടിങ് ടേംസുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും.